ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഭരതനും പരിവാരങ്ങളും ഭരദ്വാജ ആശ്രമമൊക്കെ കടന്ന് ചിത്രകൂടത്തിലേക്ക് എത്തുന്നതാണ് അടുത്ത സന്ദർഭം. വേദാവുമീശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും യുദ്ധമോർത്തത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായി ആനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദോ മന്ദോ പരമാശ്രമ സന്നിധൗ ചെന്ന് നിന്നൊരു നേരത്ത് കാണായേതോ സുന്ദരോ രാമചന്ദ്രം പരമാനന്ദ മന്ദിരം ഇന്ദ്രാദിവൃന്ദാരക വൃന്ദ വന്ദിതമിന്ദിര മന്ദിരോരസ്ഥലം ഇന്ദ്രാവരം ഇന്ദ്രാവരജമിന്ദീവരലോചനോ ഇന്ദ്രാവരോ ഇന്ദീവരലോചനം ദുർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദളക്ഷണോ രാമോ ജടാമകുടം വൽക്കലാംബരം സോമബിംബാഭപ്രസന്നവക്ത്രാംബുജോ ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോദമാനമാത്മാനമവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണ സേവിത പാദപങ്കരോ ലക്ഷണലക്ഷ്യസ്വരൂപം പുരാതനം ദാക്ഷാരീ സേവിതോ പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവരപല്യംഗകം കുഷ്ഠിസ്ഥിതാനേകപത്മാജാണ്ഡം പരം കാരുണ്യപൂർവം ദശരഥനന്ദനമാരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ട് തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ രാമനവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്ത് നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്ത് ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു. വളരെ ദൂരെ നിന്നേ ചിത്രകൂടം കണ്ട സന്തോഷത്തിൽ ഭരതൻ കൈകൂപ്പി ആ ചിത്രകൂടത്തെ നമസ്കരിച്ചു. അതിനുശേഷം ജ്യേഷ്ഠന്റെ പാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിലേക്ക് കമിഴ്ന്നു വീണ് ധാരധാരയായി കണ്ണുനീരൊഴുക്കി. ആ കണ്ണുനീര് വീണ് കുതിർന്ന ആ മണ്ണ് വാരി തൻ്റെ തലയിലൂടെ ഇട്ട് നിർവൃതി അടഞ്ഞു. അനന്തരം മന്ദം മന്ദം നടന്ന് ശ്രീരാമന്റെ പാദത്തിലടുത്ത് ചെന്നിട്ട് ഭരതനും ശത്രുഘ്നനും ആ പാദത്തിലേക്ക് ഒരു മരം വെട്ടിയിട്ട പോലെ കമിഴ്ന്നു വീണു. ധാരധാരയായി കണ്ണീരൊഴുക്കിക്കൊണ്ട് ശ്രീരാമൻ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് രണ്ടുപേരെയും കെട്ടിപ്പുണർന്ന് മൂവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. രാമവാക്യം കേട്ട് ചൊന്നാൻ വസിഷ്ഠനു ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശുക്കേൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമരാമേതി സീതേതി കുമാരേതി രാമേതി
ലക്ഷ്മണേതി പ്രലാപം ചെയ്ത് ദേവലോകം ചെന്നു പുക്കാൻ അറിക നീ. ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണം ഉച്ചേർ വിലപിച്ചിതേറ്റവും. ലക്ഷ്മണനോട് ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ആ മാതാ മാം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ. ഹാഹദോഹമനാഥോസ്മി മാമിനി സ്നേഹനാലാളിപ്പതാരനുവാസരം. ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ, മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയോ സൗമിത്രിതാനും അവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ. തദാശായാം വസിഷ്ഠോക്തികൾ കേട്ടവരുൾ താപമൊട്ട് ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിൽ ഇറങ്ങിക്കുളിച്ചവർ മന്ദേതരം ഉദകക്രിയയും ചെയ്താർ. പിണ്ഡം മധുസഹിതോം ഗുദീസ്തത്ഫല പിണ്ഡ്യാക നിർമ്മിതണ്ണോ കൊണ്ടുവച്ചിത്. യാതൊരന്നം താൻ ഭുജിക്കുന്നതും അത് സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതിഖേദേന പിണ്ഡദാനാനന്തരം തഥാ സ്നാനോ കഴിച്ചു പുണ്യാഹമം ചെയ്തഥ സ്നാനാനാദനന്തരം പ്രാപിച്ചിതാശ്രമമോ. അന്നുപവാസവും ചെയ്തത് എല്ലാവരും വന്നുദിച്ചിടിനാൻ. ആദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ച് ഉത്തസന്ധ്യയും വന്നിച്ചു പോന്ന് ആശ്രമേ വസിച്ചിടിനാർ. വസിഷ്ഠഗുരു ശ്രീരാമനോട് പറയുകയാണ്, നീ പോന്നതിന് ശേഷം അല്ലെ നിന്റെ വേർപാടിന് ശേഷം നിന്റെ അച്ഛനായ ദശരഥ മഹാരാജാവ് ഇഹലോകവാസം വെടിഞ്ഞ് സ്വർഗം പൂകി. ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ നിലത്ത് വീണ് കണ്ണുനീർ വാർത്തു. ഇത് കണ്ട് സീതയും ലക്ഷ്മണനും അതുപോലെ നിലത്ത് വീണ് കിടന്ന് കരഞ്ഞു. വസിഷ്ഠന്റെ സാന്ത്വന വചനങ്ങൾ കുറച്ചൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീരാമന് കുറച്ച് ആശ്വാസമായി. അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്ത് അച്ഛന് വേണ്ടുന്ന ഉദകക്രിയകളൊക്കെ ചെയ്തു. തേൻ ചേർത്ത ഓടപ്പിണ്ണാക്ക് പോലെയുള്ള ഒരു സാധനം കൊണ്ടാണ് പിണ്ടമൊക്കെ ചെയ്തത്. താൻ ഭക്ഷിക്കുന്ന അന്നം തന്നെ പിതൃക്കൾക്ക് സമർപ്പിക്കണമെന്നാണല്ലോ വിധിച്ചിട്ടുള്ളത്. പിണ്ടമൊക്കെ വെച്ച് പുണ്യാഹമൊക്കെ കഴിഞ്ഞ് ആശ്രമത്തിലെത്തി. അന്ന് എല്ലാവരും ഉപവസിച്ച് ഉപവാസമൊക്കെ അനുഷ്ഠിച്ചിട്ട് രാവിലെ സന്ധ്യാ വന്ദനവുമൊക്കെ കഴിച്ച് ആശ്രമത്തിൽ തന്നെ വസിച്ചു. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണ ഭാവ ഭയദാരുണം നവകാഞ്ചലോചന കഞ്ചമുഖകര കഞ്ചപാദ കാഞ്ചന